ഹലോ ഗൈസ്, വെൽക്കം ടു ആദർസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വ്ളോഗ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് ഞാനും ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് മേമയുടെ വീട്ടിൽ പോവാണ്. പിന്നെ അച്ഛൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്, +1 +2. അത് അപ്പോൾ അവിടെ ഒന്ന് കയറുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അമ്മ അവിടെ നിന്ന് ചിരിക്കുന്നു. അപ്പം ഞാനും അമ്മയും അശ്വേഷ് ഇതാ റെഡി ആവുന്നു. ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞു കേട്ടോ. പിന്നെ അച്ഛനും ചേച്ചിയും അവിടെ കാറ് നമുക്ക് പോയിരിക്കാൻ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, 5 അതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലൊക്കെയുള്ള കാറാണ് ഗേസ്. ഞങ്ങൾ പഠിക്കുന്നേ ഉള്ളൂ. ഞാൻ പഠിക്കും. ഞാൻ 18 നമ്മളൊരു ഇറങ്ങുന്നുണ്ട് ഡ്രൈവിംഗ് ക്ലാസ്സിക്ക്. അല്ല അമ്മ, അല്ല 18 ഞാൻ പഠിക്കും. കാർ ഓടിക്കാനും പഠിക്കും, സ്കൂട്ടിയും എല്ലാം പഠിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി ഞാൻ മേമയുടെ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. എനിക്ക് മേമയുടെ വീട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ആ വീട് നല്ലൊരു ഭംഗി തോന്നിച്ചില്ല. ഞാനപ്പോൾ വീടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പിന്നെ എപ്പോഴും അവിടേക്ക് പോയി നിൽക്കാറൊക്കെ ഉണ്ട്. ഞാൻ പല വീഡിയോസും അവിടെ നിന്ന് എടുത്തിട്ടുമുണ്ട്. അവിടെ പോയിട്ടൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. റീല് അറിഞ്ഞിവിടെ നടക്കുമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇതാ ഒരു കുട്ടി ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നത്. അമ്മയെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിക്കുകയാണ് ഗൈസ്. ബാക്കിൽ പോയിട്ടമ്മ, കുറച്ച് ബാക്കിൽ പോയിട്ട് ബാക്കിൽ ഇങ്ങനെ നീക്കാൻ. നേരം പോലെ പിടിക്കുന്നേ. തന്നോളൂ. അപ്പൊ ഞങ്ങൾ ഇതാ ഒരു ഹോട്ടലിൽ ഇപ്പൊ കയറി. ഹോട്ടലുണ്ടായത് ഒരു ബേക്കറിയിൽ കയറിയിരിക്കുകയാണ്. അച്ഛൻ്റെ ആയിക്കോട്ടെ. അച്ഛാ അച്ഛാ വിളിക്കണം. സുഭാഷ് അത് ശരിയാവോ? ഇല്ല ഇല്ല, ഇറങ്ങാം. ശരി എന്നാ. ഞങ്ങൾ അച്ഛന്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ടു അല്ലേ. നല്ല ഭയങ്കര രസമുണ്ട് അല്ലേ. അമ്മ കാല് ചവിട്ടിയത്. അച്ഛൻ ഫ്രണ്ട്സിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? സന്തോഷായോ? ഞാൻ ഗ്രൂപ്പിലിട്ടത് യൂട്യൂബ് വീഡിയോ ആണ്. ലോകം മൊത്തം നന്നായി കൂടിപ്പോയ 2000 ആൾക്കാർ. അത്ര അപ്പൊ അച്ഛന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കുറെ വീഡിയോസ് എടുത്തൊക്കെ അവർ ഗ്രൂപ്പിലിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അച്ഛൻ അതാ പറയുന്നത്, ഇനി ഈ വീഡിയോയും അച്ഛന്റെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലിടുന്നു. അവിടെ 5 അമ്മയും കാറിലിരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് വരാൻ മടി. അച്ഛൻ പിന്നെ എപ്പോഴും ഇതുപോലെ ഫ്രണ്ടിൽ നടക്കും. അതാണ് അച്ഛൻ്റെ പോളിസി ഗൈസ്. ഇന്ത്യൻ ഫാദേഴ്സ് അങ്ങനെയാണ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ പട്ടാമ്പി. അപ്പോൾ ഞങ്ങളുടെ പട്ടാമ്പി എന്താ പറയുക, പട്ടാമ്പി അറിയാത്തവരാരും ഉണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവും വന്നിട്ടുണ്ടെങ്കിൽ. പട്ടാമ്പി ഫേമസ് ആണ്. നമ്മുടെ നാടായതുകൊണ്ട് പട്ടാമ്പി ഫേമസ് ആണ്. ഇവിടുന്ന് ഒരു കുറച്ചേ ഉള്ളൂ എൻ്റെ വീട്. പട്ടാമ്പി അല്ല എൻ്റെ വീട് ആക്ച്വലി. ഇവിടുന്ന് കുറച്ച് പോണം, ഒരു 10 കിലോമീറ്റർ ഇത്രയേ ഉള്ളൂ. നമുക്കിനി മേമയുടെ വീട്ടിൽ പോവാം.
അതായത് ഇനി നേരെ വിളയൂരാണ് നമ്മുടെ വീട്. കണ്ടോ ഗൈസ്, ഇവിടെ രണ്ടുപേര് ഇരിക്കുന്നു. മടിയെത്തികൾ എന്നൊക്കെ. എന്റെ മിഠായി ആട്ട്, എന്റെ മിഠായി, ഇന്റെ മിഠായി അതാ. അച്ഛ അശ്വേശ്വര കല്യാണൊക്കെ എല്ലാവരോടും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളും കൂടെ പറയാണ്, ആഗസ്റ്റ് 23 ആണ് നമ്മുടെ അശ്വതി കൃഷ്ണയുടെ കല്യാണം. അപ്പോൾ ഈ വിളയർക്ക് പോകണമെന്ന് അവർക്ക് അറിയില്ല കേട്ടോ. അവർക്ക് അറിയാതെ നമ്മൾ പോകണം, എന്നാലും സർപ്രൈസ് ആവുള്ളൂ അല്ലേ ഗൈസ്? പക്ഷെ അവിടെ നിന്ന് വീഡിയോ എടുക്ക്. അപ്പോൾ നമ്മുടെ അഞ്ജലി കൃഷ്ണയാണ് ഇന്നത്തെ ഡ്രൈവിങ്. ഇനി തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഇയാളും ഞാൻ ഇങ്ങനെ ഇരിക്കും. പക്ഷെ സൂരജ് ഉണ്ടാവില്ല എന്തായാലും. സൂരജ് ചെന്നൈയിലല്ലേ? അവന് സിനിമ കാണാൻ പറ്റും. അപ്പൊ നമ്മളെല്ലാം കാണാൻ നമ്മുടെ കാറിലാണ് നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. അതെ ഒന്നുകൂടെ എക്സ്പേർട്ട് ആവാറുണ്ട്. അതെ, അതുകൊണ്ട് നമ്മുടെ കാറിലാണ് ഓഗസ്റ്റ്, അതായത് കല്യാണം 23 അത് കഴിഞ്ഞിട്ട് 27ന്റെ ബർത്ത്ഡേ. പ്രായപൂർത്തിയായി ഗൈസ്, എനിക്ക് 18 വയസ്സ് ആവണല്ലോ. അവിടെ കണ്ട അവരിവിടെ ഷോപ്പിൽ നിൽക്കുന്നുണ്ട്. അച്ഛനും അമ്മയും അവിടേക്കുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. ഇവിടെ നല്ല ചൂടിട്ടാ. അത്ര എക്സ്പേർട്ട് ആയിട്ടില്ലേ പറയൂ. അപ്പൊ ഇതാണ് മേമയുടെ വീട്. ആണ് ഗൈസ്. മുന്നിമുത്തൽ എന്തായാലും കാണിക്കൂ. അപ്പൊ നമുക്ക് മാങ്ങ കിട്ടുന്നില്ല. ആ ടേസ്റ്റുള്ള മാങ്ങ ഗൈസ്. ഇവിടെ ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സൂര്യ. SSLC എക്സാം റിസൾട്ട് എഴുതിയിരിക്കുന്നു. നമ്മുടെ സുസു ചോറ് വിളമ്പുന്നോ? ഒരു കവറുണ്ടോ ഫോണിന്? നമുക്ക് മെയിൻ ഒരാളെ കാണിച്ചത് ഞാൻ. ഓക്കെ, ഇതാണ് ഗൈസ് പാപ്പൻ. ഇങ്ങോട്ട് നോക്ക്. പാപ്പൻ ഞങ്ങൾക്കുള്ള മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ മാങ്ങ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല രസമുണ്ട്. അപ്പൊ അതാണ്. അതിലൊന്നും ഇല്ല ഇനി. ഡ്രസ്സിന്റെ മേലെ മാങ്ങണ ഇതാവുന്നതിന് ഇട്ടക്കണൊക്കെ മുടി വെട്ടാൻ പോണ പോലെ. എന്താന്നു? ആ ഗൈസ്, ഇതാണ് റംബൂട്ടാൻ. മൂസാമ്പി റംബൂട്ടാൻ അല്ല, അത് എന്നെ കാണുന്നുണ്ട്. എന്റെ അമ്മ ഇതിന്റെ ഒക്കെ വിത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇട്ടാ. ഇതില് നിങ്ങൾക്ക് കാണുമ്പോൾ ഇവിടെ ഒരു ജീവി ഉള്ളത് പോലെ തോന്നില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിക്ക് നോക്കൂ ഗൈസ്, ഒരുപാട് കോഴിയുണ്ട്. പക്ഷെ ഉള്ളിക്ക് കാണുന്നില്ല, ഇരുട്ടാടി. ഈ ഉള്ളിലിപ്പോ കോഴിയില്ലടി. അത് ശരി, കോഴിയുണ്ട് പറഞ്ഞിട്ടില്ല, പുറത്തേക്ക് വിട്ടുണ്ടാവും. പാപ്പ ഇവിടെ മാങ്ങ തീർക്കൂട്ടാ. സൂരജിന്റെ വെക്കണം അവിടെ. ഇതാണ് സൂര്യേട്ടന്റെ കോഴികൾ. സൂര്യേട്ടൻ ഇവിടെ ഇല്ല, ചെന്നൈയിൽ പോയിരിക്കുകയാണ്. ഒരു ഹായ് പറയണ. ഓന് ക്യാമറ കണ്ടപ്പോടോ. ചോറിക്ക് മാങ്ങ ബെസ്റ്റ് കോംബോ. നേരത്തെ വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാംഗോ. കടുമാങ്ങ അച്ചാർ ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. എന്നത് അറിയില്ലെങ്കിലും ഇതെല്ലാം സെറ്റാക്കി മേമ അല്ലേ. പപ്പടം, സാമ്പാർ, ഓംലെറ്റ്, ഉപ്പേരി, മുരിങ്ങടലക്കറി, ഇതെല്ലാം ഉണ്ട്. ഇത് ഇവിടുത്തെ മുട്ട, ഇവിടുത്തെ കോഴികളുടെ മുട്ട കൊണ്ട് ഉണ്ടാക്കിയ ഓംലെറ്റ്. അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അമ്മ കത്തിയും പിടിച്ചിറങ്ങിയിട്ടുണ്ട് ഗൈസ്, ഇവിടുത്തെ ചെടിയൊക്കെ കൊണ്ടുപോവാൻ. ഐറ്റം വരാറുണ്ട്. ഇത് വേറെ ഇലച്ചെടി ഇല്ലല്ലേ? അമ്മ ഇത് എടുത്തില്ലേ? ഇത് ഇതല്ലേ? ഇത് രസമല്ലാതാ.
ഇതാ ചെടിയൊക്കെ ഓരോന്ന് പറിക്കാനുള്ള വെപ്രാളത്തിലാണ്. ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, ആ കാക്കിലുണ്ട്. കാല് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അല്ല, കണ്ടില്ലേ കാല് കണ്ടില്ലേ? വേറെ ചെടി പറിക്കാൻ പോയിട്ടുണ്ട്. എന്റെ അമ്മ ചെടി മേടിക്കണിച്ചിരിക്കായിരുന്നു. ഇവിടെ വന്നപ്പോ പിന്നെ സന്തോഷമായി. ഓ മാങ്ങ ചെടി വേണ്ട, എനിക്ക് മാങ്ങ മതി. അപ്പൊ ഞങ്ങൾ യാത്ര പറയുകയാണ്. ബൈ ബൈ. ഇത് വീഡിയോ ആണ് കേട്ടോ, എന്തെങ്കിലും പറയും. അല്ല സോറി, ബൈ ബൈ ഗൈസ്. അപ്പൊ എല്ലാവരോടും യാത്ര പറയുന്നു. ബൈ ബൈ. ഇല്ലില്ല, ഞാൻ പോവാണ്. ബൈ ബൈ ബൈ. പാപ്പ അങ്ങോട്ട് പോരണില്ലല്ലോ. അപ്പൊ ഇനി ഇവിടെ നിക്കണ പരിപാടി ഇനി ഇവിടെ നിക്കണ അങ്ങോട്ട് വരണം എല്ലാരും. ചെമ്പകപ്പൂങ്കാട്ടിലെ ഏതോ പാട്ട് മൈൻഡില് വരുന്നുണ്ട്. ഇതൊക്കെ ചെമ്പകം പൊട്ടിക്കുന്നു. അതാ പോട്ടെ എന്നാ. അയ്യോ കാലം നോക്കിക്കോ. സൂര്യ സുസു ബൈ. പെട്രോൾ അടിച്ചു. എനിക്കുണ്ട് ഗൈസ്, ആ മണം ഉണ്ടല്ലോ, എന്തൊരു ഇഷ്ടം അറിയോ. എപ്പോഴും മണത്തോണ്ടിരിക്കണം തോന്നുന്നു. ഈ അമ്മ ചിരിക്കണോക്ക് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടല്ല? ഇവിടെ ബാക്കിലാണ് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്രോളിന്റെ മണം ഇഷ്ടമാണെങ്കിൽ എന്നോടൊന്ന് കമന്റ് ചെയ്യണം. എന്റെ അമ്മോട് പറയാനാണ് എന്നെ പോലത്തെ ആൾക്കാരുണ്ട്. സാറ്റിസ്ഫാക്ഷൻ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മുടെ ഭവനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ വീട്ടിൽ എത്തിയിരിക്കുന്നു. അതെ സോറി ഇത് കേറ്റട്ടെ. ഹായ് ഗൈസ്. അപ്പോൾ ചെടികളൊക്കെ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഞാൻ മേമയുടെ വീട്ടിൽ നിന്ന് വന്ന പാടെ കിടന്ന് ഉറങ്ങി, നല്ലപോലെ ഉറങ്ങി. ചേച്ചിമാരും ഉറങ്ങി, ഞാനും ഉറങ്ങി. എന്നിട്ട് കുറച്ച് പോലെ എണീറ്റിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഡാൻസിനൊക്കെ ആയിരുന്നു പരിപാടി. ഞാൻ നല്ല ഇഷ്ടപ്പെട്ട ഡാൻസൊക്കെ കണ്ടത് കളിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഈ ചെടികളൊക്കെ വെള്ളത്തിലിട്ട് വെക്കാം, എന്നിട്ട് നാളെ കുഴിച്ചിടാം. അല്ലേ? ഇതെന്താ മുല്ലപ്പൂവാ? പാപ്പം വെച്ച് വാങ്ങിയ നമുക്ക് ഇതൊക്കെ എന്നിട്ട്. അപ്പൊ നമ്മൾ എല്ലാ ചെടികളും വേറിട്ട് ഗൈസ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഗൈസ് പരിപാടി ഇല്ല ഇനി. ഈ ഇന്നെടുത്ത വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. പിന്നെന്താണ്, പിന്നെ കിടന്നുറങ്ങുക. ഇതുവരെ കണ്ടിരുന്നവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അതെ, ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എൻ്റെ ഒക്കെ വർത്താനം കേട്ടിരിക്കുന്നതൊക്കെ ആരെങ്കിലും സമ്മതിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കണം. വിശക്കുന്നുണ്ട് ഗൈസ്, ഭയങ്കര വിശക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ അവിടെ നിന്ന് മാമിനോട് ഫുഡ് കഴിച്ചാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഇവളൊക്കെ ചായ കുടിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ.